Hello everyone, welcome to Pram's Kitchen. നമ്മളിന്ന് ചെയ്യാൻ പോണത് ബെൽ പെപ്പർ അഥവാ ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു ഡിഷാണ്. ക്യാപ്സിക്കം നമ്മൾ ചിലപ്പോൾ എഗ് ഫ്രൈ ചെയ്യുമ്പം അതിൽ മിക്സ് ചെയ്യാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൽ, പിന്നെ ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ ഇതിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് സ്റ്റഫ്ഡ് ബെൽ പെപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് ഞാൻ എടുത്തു വച്ചിരിക്കണതെന്നും കാണാം. 3 മീഡിയം സൈസ്ഡ് ബെൽ പെപ്പേഴ്സ് എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ റെഡും ഗ്രീനും യെല്ലോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്ക്ഡ് റൈസാണ് കേട്ടോ, ലെഫ്റ്റ് ഓവർ റൈസ് ആയാലും കുഴപ്പമില്ല. 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ബ്രെസ്റ്റ് ആണ്. 1 കപ്പ് മാരിനാര സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. മാരിനാര സോസിന് പകരം ടൊമാറ്റോ പ്യൂരി ആയാലും എടുക്കാം. ഒരു ബിഗ് സൈസ്ഡ് അണിയൻ ചോപ്പ് ചെയ്തത്. ഇതിപ്പോൾ സാധാരണ ഇന്ത്യൻ അണിയനാണ്. നിങ്ങൾക്ക് യെല്ലോ അണിയൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ. 3 ഗാർലിക്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ഹെർബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. ഇത് 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒറേഗാനോ, പിന്നെ ബേസിൽ ലീവ്സ്, തൈം ഇതൊക്കെയാണ് ഉള്ളത്. ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് അണിയൻ പൗഡർ ഉണ്ട്, അതുകൂടാതെ പാപ്രിക്കയും. കുറച്ച് ഫ്രഷ് പാസ്ല എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൊസറല്ല ചീസ്. 4 ടേബിൾ സ്പൂൺസ് ഓലിവ് ഓയിൽ. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇനി കുക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ബോൺലെസ് ചിക്കൻ നമുക്ക് മിൻസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലെൻഡർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബ്ലെൻഡറിൽ നല്ല ഈസി ആയിട്ട് മിൻസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിൻസ് ചെയ്തെടുക്കാനായിട്ട്. സിംഗപ്പൂരിൽ ആക്ച്വലി മിൻസ്ഡ് ചിക്കൻ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ മിൻസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. ഇതാ കണ്ടോ, ഇപ്പോൾ 250 ഗ്രാംസ് ചിക്കനും ഞാനിത് മാറി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. മിൻസ്ഡ് ചിക്കൻ ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കോണ്ടിനെൻ്റൽ ഫുഡ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒലിവ് ഓയിലാണ് നല്ലത്. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗാർലിക്കിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് ചോപ്ഡ് അണിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അനിയൻസ് ഒന്ന് ജസ്റ്റ് സോട്ടേ ചെയ്ത് കൊടുക്കാം. ആ സമയം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അനിയൻസിൻ്റെ കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാരിനാര സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ഇറ്റാലിയൻ ഹെർബ്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, കുറേ ഒന്നും ഇടുന്നില്ല, ഇത്രയും കുറച്ച് മതിയാവും. അതേപോലെ തന്നെ മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കുകയാണ്. അണിയൻ പൗഡർ ഏകദേശം 1 ടീസ്പൂൺ അണിയൻ പൗഡർ ഞാൻ ചേർത്തു. പെപ്പർ പൗഡറും കൂടി ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ മിക്സ്ചർ ബോയിലായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള മിൻസ്ഡ് ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം ദാ കണ്ടോ ഒന്ന് ഡ്രെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പാപ്രിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള വൈറ്റ് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ വെന്തുടഞ്ഞു പോകരുത്. റൈസ് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക.
റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യണ സമയത്ത് ഫ്ലെയിം നല്ല ലോയിലിരുന്നോട്ടെ. ഇപ്പോൾ ഇതാ ഈ മിക്സ്ചർ നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പാണ് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലൊരു 1/2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അതുകൂടാതെ പാസ്ലേ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ക്യാപ്സിക്കം ഞാനിങ്ങനെ അതിൻ്റെ ഹെഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. കാരണം എന്താ, നമുക്കിനി ഈ ഉണ്ടാക്കിയ മിക്സ് സ്റ്റഫ് ചെയ്യണം ബെൽ പേപ്പറിലേക്ക്. ഇപ്പോൾ ഇതാ ഞാൻ ഓരോ ബെൽ പേപ്പറും എടുത്തിട്ട് അതിലേക്ക് ഈ റൈസ് മിക്സ് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി 3 ബെൽ പേപ്പർ സ്റ്റഫ് ചെയ്യാനായിട്ട് ഇത്രയും റൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് ഈ റൈസ് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കുക്ക്ഡ് റൈസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ 3 ബെൽ പേപ്പേഴ്സും ഞാനിങ്ങനെ സ്റ്റഫ് ചെയ്തെടുത്തേക്കാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ 1 കപ്പ് മൊസറല്ല ചീസ്, അതിൻ്റെ 1/2 മാത്രമേ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തപ്പോൾ ചേർത്തുള്ളൂ. ഇനി ബാക്കിയുള്ള 1/2 നമ്മളിതാ ഇതിനെ ടോപ്പ് ചെയ്യാണ്. ഓരോ സ്പൂണ് ഗ്രേറ്റഡ് ചീസ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ പാസ്ലയും കൂടി ചേർത്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഇതാ അങ്ങനെ 3 ബെൽ പേപ്പേഴ്സും ഞാൻ സ്റ്റഫ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എയർ ഫ്രയർ ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് അവൻ ആണെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ 5 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇതാ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലേക്ക് സ്റ്റഫ് ചെയ്തിട്ടുള്ള ബെൽ പെപ്പേഴ്സ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. 185 ഡിഗ്രീസിൽ 20 മിനിറ്റ്സ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാൻ പോവാണ്. മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. ആ സമയത്ത് ഇതാ കണ്ടോ, ക്യാപ്സിക്കത്തിൻ്റെ ക്യാപ്പിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ്സും കൂടി ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീസ് മെൽട്ടായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഇതാ ലാസ്റ്റ് മിനിറ്റായി. ഞാൻ എന്താ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ചീസ് എല്ലാം ബ്രൗൺ കളറായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് പ്ലേറ്റ് ചെയ്യാം. ഇതാ കണ്ടോ, സ്റ്റഫ്ഡ് ബെൽ പെപ്പർ ഈസ് റെഡി. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പനീർ സ്റ്റഫ് ചെയ്തിട്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ മട്ടണോ ഇനിയിപ്പോൾ ഇഷ്ടമുള്ള എന്ത് മീറ്റാണെങ്കിലും സ്റ്റഫ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.